ഹലോ നമസ്കാരം. നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രോപ്പർ ആക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ദഹന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ് സംബന്ധമായ ഇഷ്യൂസുകളൊക്കെ. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഫുഡുകൾ കൂടി എങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് ഒന്ന് എങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ളത് പ്രോബയോട്ടിക്സ് ആണ്. അപ്പൊ പ്രോബയോട്ടിക്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ചില ഫുഡുകളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സാധാരണ ഈ കൊറിയൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കിംചി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫെർമെന്റഡ് ആയിട്ടുള്ള ക്യാബേജ് ആണത്. അപ്പൊ ഇതിന് അവരുടെ ഒരു തനതായ ഒരു പ്രിപ്പറേഷൻ രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒന്നാണ് കിംചി. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കാണാറില്ല. അപ്പൊ ഇതൊരു ഇതേപോലെ ഫെർമെന്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പ്രോബയോട്ടിക് ആണ്, നല്ല. പിന്നെ രണ്ടാമത്തെ വരുന്നതാണ് തൈര്, മോര്, യോഗട്ട്. ഇതൊക്കെയാണ് നമുക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് പഴങ്കഞ്ഞി. ഓക്കെ, അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ പ്രോബയോട്ടിക്സ് ഒരുപാട് നമ്മുടെ ഡയറ്റിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ സോലുബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, പ്രത്യേകിച്ച് പാഷൻ ഫ്രൂട്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ. ഉലുവ നമ്മുടെ കറികളിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ഉലുവ ഇൻഗ്രീഡിയന്റ്